തിരുവനന്തപുരം നെടുമങ്ങാട് CPIM SDPI സംഘർഷം എന്നൊരു വാർത്ത വരുന്നു. 3 SDPI പ്രവർത്തകർക്ക് പരിക്കേറ്റു. റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് SDPI സ്ഥാപിച്ച ഫ്ലക്സ് CPIM പ്രവർത്തകർ നശിപ്പിച്ചു എന്നാരോപിച്ചാണ് സംഘർഷമുണ്ടായത്. മനീഷ് മഹിപാൽ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. മനീഷ്, എന്താണ് ഉണ്ടായത് അവിടെ? നിലവിൽ നെടുമങ്ങാട് SDPI CPIM പ്രവർത്തകർ ചേരി തിരിഞ്ഞ് അടിക്കുന്ന സംഘർഷമുണ്ടായ സാഹചര്യമാണ് അവിടെ ഉണ്ടായത്. ഇന്ന് രാത്രി 10:15 ശേഷമാണ് സംഭവം. അതിൽ 4 SDPI പ്രവർത്തകർക്ക് പരിക്കേറ്റു. CPIM പ്രവർത്തകർക്ക് നിലവിൽ പരിക്കില്ല എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. 2 കൂട്ടരും ചേരി തിരിഞ്ഞ് സംഘർഷമായിരുന്നു. നെടുമങ്ങാട് കായ്പാടിയിലാണ് ഈ സംഘർഷം ഉണ്ടായിട്ടുള്ളത്. റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് SDPI ഒരു ഫ്ലക്സ് ബോർഡ് ജംഗ്ഷനിൽ സ്ഥാപിച്ചിരുന്നു. റോഡ് നിർമ്മാണത്തിലെ പ്രശ്നങ്ങളൊപ്പം തന്നെ റോഡ് നന്നാക്കാത്തതിനെ ചൊല്ലിയൊക്കെ തന്നെയായിരുന്നു ഈ ഫ്ലക്സ് ബോർഡ് ഉണ്ടായിരുന്നത്. അത് CPIM പ്രവർത്തകർ ചേർന്ന് നശിപ്പിച്ചു. അതിനെ തുടർന്ന് ഇന്ന് രാത്രിയിലാണ് SDPI പ്രവർത്തകർ അത് ചോദ്യം ചെയ്യാനെത്തിയത്. അങ്ങനെ ചോദ്യം ചെയ്യൽ വാക്കുതർക്കത്തെ തുടർന്നാണ് CPIM പ്രവർത്തകരും SDPI പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടിയത്. അങ്ങനെ അത് വലിയ സംഘർഷമായി മാറി. പക്ഷേ അതിൽ നിലവിൽ സംഘർഷ സാധ്യതയില്ല. അവിടെ പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. 4 പേർക്കാണ് പരിക്കേറ്റുള്ളത്. നിസാം, നാദിർഷ, ഷംനാദ്, സമദ്, അങ്ങനെ 4 പേർക്ക് പരിക്കേറ്റു. അതിൽ നിസാമിന് നെറ്റിയിലും കാൽമുട്ടിനും പരിക്കുണ്ട്. ഇവർ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. നിലവിൽ പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. നിലവിൽ സംഘർഷ സാഹചര്യമില്ല, നിലവിൽ പ്രശ്നങ്ങളില്ല എന്ന് പോലീസ് അറിയിക്കുന്നുണ്ടെങ്കിൽ കൂടി അവിടെ നൈറ്റ് പെട്രോളിംഗ് അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ശക്തമാക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് മനീഷ് മഹിപാലാണ് തിരുവനന്തപുരത്ത് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.